എനിക്ക് സത്യമായിട്ട് നിന്നെ കുറെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവന് വീണ്ടും പ്രപ്പോസ് ചെയ്യുമ്പം ഇവൻ അവളുടെ നെറ്റി കിസ് ചെയ്തിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവളിപ്പോൾ ഹോസ്റ്റലിലേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം അടുത്ത ദിവസം സാക്ഷിയും വെക്കേഷൻ സമയത്ത് കമ്പനി ഇന്റേൺഷിപ്പ് ജോലി ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഇവൾക്കൊരു കമ്പനി അവർ ചാൻസ് കൊടുക്കും. അതുകൊണ്ട് അവൾ ശമ്പളം കുറവാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾ എക്സ്പീരിയൻസിന് വേണ്ടി അവിടെ വർക്ക് ചെയ്യാൻ തീരുമാനിക്കും. അപ്പോഴാണ് അതേസമയം ഇവളുടെ ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഈഫാനായിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് നിന്നെ വിളിക്കാൻ മറന്നു എന്നറിഞ്ഞ് അവനും ചുമ്മാ ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും നീ സഹായിച്ചില്ലെങ്കിലും ഞാൻ തന്നെ അച്ഛനമ്മയോട് പറഞ്ഞ് ഇവിടെ ജോലിക്ക് കയറി എന്ന് പറയുമ്പം അവനാണ് നീ ജോലിക്കാനോട് കയറിയ അല്ലെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാനാണോ പ്ലാൻ എന്ന് പറഞ്ഞ് അവന് കുറെ വഴക്കുറയും. അതിനുശേഷം അവൾ നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കുമെങ്കിൽ എനിക്കും ഒരു ബോയ് ഫ്രണ്ടിനെ സെറ്റാക്കാന്ന് പറഞ്ഞ് അവനായിട്ട് വഴക്കുണ്ടാക്കുമ്പം അവന് ഇത്രയ്ക്കും ധൈര്യമാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാനും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ് ഇവളുടെ ഫോണും കട്ട് ചെയ്യും. അപ്പോഴാണ് ഇവളും പോലീഷ് ഇവള് സ്നേഹിക്കുന്ന അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡുവാന എന്ന് പറഞ്ഞ ചിലപ്പോൾ അവന് സന്തോഷം വരും എന്ന് പറഞ്ഞ് അവന് മെസ്സേജ് പറയും ഇവളുടെ ബോയ് ഫ്രണ്ട് വേറെ ആരുമില്ല ഡുവാനാണെന്ന്. പക്ഷെ ഈ മെസ്സേജ് ആണ് സെൻഡ് ചെയ്യത്തില്ല, കാരണം അവൻ ദേഷ്യത്തിൽ ഇവളെ ബ്ലോക്ക് ചെയ്ത്. അതുകൊണ്ട് ഇവളും കട്ടക്കരിപ്പി ഇവൻ എത്ര ധൈര്യം എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിരിക്കും. അങ്ങനെ അതിനുശേഷം സാക്ഷിയും ഡുവാനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവൻ ഇവൾ എന്തോ ആലോചിക്കുന്ന ചോദിക്കും. അപ്പോഴാണ് അവളും ചേട്ടനോട് ഇവർ തമ്മിൽ സെറ്റായ കാര്യമൊക്കെ പറയാൻ നോക്കിയപ്പോൾ അവൻ ഫോൺ ഇപ്പം ബ്ലോക്ക് ചെയ്തെന്ന് പറയും. അതുകൊണ്ട് ഇവൻ വല്ല അവളുടെ ചേട്ടനോട് പറഞ്ഞു ചോദിക്കുമ്പം അവൻ ഈ വെക്കേഷന് പറയാൻ വേണ്ടിയിരുന്ന പക്ഷെ ഇവളിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പോയി പറയാൻ തീരുമാനിക്കും. ഒരു പക്ഷെ അവൻ എന്നെ അടിക്കുവാണെങ്കിൽ പോലും നിനക്ക് വേണ്ടി ഞാൻ അടികൊള്ളാൻ തയ്യാറാന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ എസ്കേപ്പ് റൂം കളിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ വെച്ച് അവളും ഈ ഡോറൊക്കെ എങ്ങനെ തുറക്കുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൻ ഈസി ആയിട്ട് ആ ഡോർ ഇവൾക്ക് തുറന്നു കൊടുക്കുമ്പം ഇവളും ഇന്ന് ഇവനെ സന്തോഷിപ്പിക്കുന്ന പോലെ ഇവളാദ്യം ഇവനെ കിസ് ചെയ്യാൻ പോകുന്ന പറയും. അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ അതിപ്പോ തന്നെ എന്നോട് പറഞ്ഞ് എന്നെ വാൺ ചെയ്യണമെന്ന് അവളെ ചുമ്മാ കളിയാക്കുമ്പം ഇവളും വേണ്ടെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞ് അവനെ മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ താന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവളും ക്യാമറയെ കൊണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഗെയിം കളിച്ച് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം സാക്ഷി എങ്കിൽ പിന്നെ ഹോസ്റ്റലിൽ പോകാന്ന് പറഞ്ഞ് ഇവന് ബായ് പറഞ്ഞിറങ്ങും. അപ്പോഴാണ് അവനും അപ്പൊ ഇവൾ കിസ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണെന്ന് പറഞ്ഞ് അവൻ അപ്സെറ്റായി തിരിച്ചു പോകുമ്പം പെട്ടെന്ന് അവൾ പുറയുന്നോടി വന്ന് ഇവനെ കിസ് ചെയ്യും. അതിനുശേഷം അവളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം കിസ് ചെയ്തെന്ന് ഇവനോട് പറയുമ്പം അവന് പെട്ടെന്നായി പോയി ഒന്നും കൂടെ താന്നറിഞ്ഞ് ഇവരുണ്ട് ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം സാക്ഷി ഇന്റേൺഷിപ്പിന് വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് ഇവളുടെ ചീഫ് ഇവളെ കുറെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഇവൾ ചെയ്യുന്ന വർക്ക് ഒരു തെറ്റുപോലും ഇല്ല. അതുകൊണ്ട് അടുത്തിരിക്കുന്നവരൊക്കെ ഇതൊരു തെറ്റില്ല എന്തോ സംഭവം എന്ന് പറഞ്ഞ് അവർക്കൊന്ന് പിടിയിട്ടായിരിക്കുമ്പം സാക്ഷിയും ഡുവാനോട് ആദ്യമായിട്ട് എനിക്ക് ഇത്രയും വഴക്ക് കേൾക്കുന്നെന്ന് പറഞ്ഞ് അവനോട് ഈ കാര്യം കുറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് ഇത് ഇഷ്ടമല്ല വേറെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് കമ്പനി ചേരാൻ പറയുമ്പം അവൾ അതൊന്നും കുഴപ്പമില്ല, അവർക്ക് എന്റെ ടാലന്റ് കാണിച്ചാല് ഇവൾക്ക് കുറച്ച് ഗമ എടുത്തുള്ളെന്ന് പറയും. അതുകൊണ്ട് അവളും തോറ്റെടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ തീരുമാനിക്കും. അതിനുശേഷം അന്ന് രാത്രി ആ ജിയാങ് ഡുവാനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൻ എന്തോ ഇഷ്ടം പറഞ്ഞ് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന് ഗേൾ ഫ്രണ്ട് ഒക്കെ ആയി ഇപ്പൊ സന്തോഷിക്കണമെന്ന് പറഞ്ഞ് അവന് ദേഷ്യപ്പെടുന്ന പോലെ കുറെ സംസാരിക്കും. അപ്പോഴാണ് അവനും മുമ്പ് എന്റെ അച്ഛൻ ചെയ്ത തെറ്റ് കാരണം ഞാൻ കുറെ സഹായം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അവൻ ഇത് വെറുപ്പായെന്ന് പറയും. അതുകൊണ്ട് അവന് പോലീസിനെ വിളിക്കേണ്ട ഇവൾ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പം അവളും കട്ട ദേഷ്യത്തി നീ എന്നെ പോലീസിനെ പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛൻ ചെയ്ത തെറ്റൊക്കെ മറന്നു ചോദിക്കും. അപ്പോഴാണ് അവനും നിനക്കെന്നെ അറിയാലോ എന്റെ അച്ഛനാ തെറ്റ് ചെയ്തെന്ന്, പിന്നെ നിന്നെ നീ എന്നായിട്ട് ശല്യപ്പെടുത്തുന്നത്, നിന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് നീ മരിച്ചെന്നാവോ, അതേപോലെ എന്റെ അച്ഛൻ അറിയാ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് അവനും ഡോർ ക്ലോസ് ചെയ്ത് ഇവളെ പറഞ്ഞേക്കും. അതേസമയം ഇവിടെ ഓരോ ദിവസവും സാക്ഷി ആവശ്യമില്ലാതെ ആ ചീഫും കുറെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് പച്ചയ്ക്ക് മനസ്സിലാവുന്ന അവളും ഇവൾക്ക് എന്നോട് എന്ത് ഇത്രയും പകർന്നറിഞ്ഞ് അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് അവള് ഫോണിൽ സംസാരിക്കുന്ന നിൽക്കുന്ന ആ ചീഫിന് ഇവളായിട്ട് ഒരു പകയില്ല, ഇവളുടെ കൂട്ടുകാരിയാണ് ആ ജിയാങ്. അതുകൊണ്ട് അവള് പറഞ്ഞിട്ടാണ് സാക്ഷി ഇത്രയും ടോർച്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന സാക്ഷിയും ഇത് ആ ജിയാങ്ങിന്റെ കൂട്ടുകാരി അല്ലേന്ന് പറഞ്ഞ് അവൾക്കൊന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടേക്ക് ഓർമ്മ വരും. അതിനുശേഷം ഇവൾ ഉച്ച സമയത്ത് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പം അവിടേക്ക് വേണ്ടി ജിയാങ്ങിന്റെ ഫ്രണ്ട് വന്നിട്ട് വർക്ക് ചെയ്ത് നീ എന്തോടി ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ ആവശ്യമില്ലാതെ വഴക്കുറയും. അപ്പോഴാണ് സാക്ഷ്യം എല്ലാരും കഴിക്കാൻ പോയി അതുകൊണ്ട് ഇത് ഫ്രീ ടൈമാന്ന് പറഞ്ഞ് അവൾ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് മറ്റൊരാളാണ് ദേഷ്യത്തി നിനക്ക് ശരിയും തെറ്റൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇത് മറ്റുള്ളവരുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിപ്പറിക്കുന്ന പോലെ ഒരു കളിസ്ഥലല്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഞാൻ ആരുടെ ബോയ് ഫ്രണ്ട് തട്ടിപ്പറിച്ചിട്ടില്ല, നിങ്ങളുടെ കൂട്ടുകാർ ജിയാങ് പറയുന്നല്ലേ വിശ്വസിച്ച് ചുമ്മാ എന്നോട് ഭക്ഷണം ഉണ്ടാക്കലെന്ന് പറഞ്ഞ് ഇവളിപ്പോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സത്യത്തി ഇവളും ഡുവാനും കൂടെ കപ്പിൾസ് ആണെന്ന്. അതുകൊണ്ട് ആ ജിയാങ്ങുമായിട്ട് ഇതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് സാക്ഷി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പുറത്തേക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ജിയാങ് ആണ് സാക്ഷിയെ കണ്ട് ഇവൾ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിക്കും. അങ്ങനെ അവൾ അറിയാത്ത പോലെ സംസാരിക്കുന്നുണ്ട്. സാക്ഷിയും ഇവൾക്ക് ഇപ്പൊ എന്തോ വേണ്ട ചോദിക്കുമ്പം മറ്റവളാണ് ഞാൻ അന്ന് അത്രയും പറഞ്ഞിട്ടും നീ അവന്റെ പുറകെ തന്നെ പോകണമെന്ന് പറഞ്ഞ് സാക്ഷി വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഡുവാൻ ഇവൾ സ്നേഹിക്കുമല്ല അവൻ യൂസ് ചെയ്യാന്ന്. അതുകൊണ്ട് ഇവൾ ഇനിയിപ്പോ ബ്രേക്കപ്പ് ചെന്ന് അവനോട്
അവനോട് പറഞ്ഞാലും അവൻ ഇവളെ കളഞ്ഞിട്ട് അടുത്ത പെണ്ണിനെ കാണാൻ പോകുന്നറിയും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സാങ്ഷിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുമ്പം അവളാണ് ഇതൊന്നും വീഴാതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഈ ജിയാങ് പോകാൻ സമ്മതിക്കാതെ എങ്കിൽ പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ, എന്റെ അച്ഛനെ അവന്റെ അച്ഛൻ കാറും കൊണ്ട് ഇടിച്ചിട്ട് കൊന്ന് എന്നതിന് അവളും പറയുമ്പം സാങ്ഷി അവൾക്ക് ഇത് അറിയാന്നറിയും. അതുകൊണ്ട് ജിയാങ് ദേഷ്യത്തി അവൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളെ കുറേയിട്ട് പേടിപ്പിക്കുമ്പം സാങ്ഷിയും ഇവളെ പോലെ തന്നെ അവന് ലൈഫിൽ കഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവളും നേരെ ഡുവാനെ കാണാൻ വന്നിട്ട് ഇവളുടെ ഇരിക്കുന്ന പൈസയൊക്കെ അവന്റെ ഇപ്പൊ കൊടുക്കും. അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇവൻ ഈ പൈസ എടുക്കാന്ന് പറയുമ്പം അവന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ എന്റെ പൈസ നിനക്ക് തരാന്ന് പറഞ്ഞ് അവന്റെ ATM കാർഡ് ഇവൾ കൊടുക്കും. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോന്ന് അവനും പറയുമ്പം ഇവളെ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് എങ്കിൽ പിന്നെ ഇവൻ ആവശ്യമുള്ളപ്പോ ഇവൻ ഇത് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാന്ന് പറയും. അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി അവൾ കൈ വെച്ചേക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചതിന് ശേഷം ഡുവാൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം സാങ്ഷിയുടെ ചേട്ടൻ ഇവളെ ഫോൺ വിളിച്ച് ഇവളിപ്പോ എവിടാന്ന് ചോദിക്കും. അപ്പോഴാണ് സാക്ഷ്യം ഞാനിപ്പോ ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞ് അവളും കള്ളം പറയുമ്പം നീ ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങുന്ന റോഡി വെച്ചാണെന്ന് പറഞ്ഞ് ഇവളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് സാക്ഷ്യം മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പം ഇവളുടെ ചേട്ടനാണ് ഇപ്പൊ ഫ്രണ്ടിൽ നിൽക്കും. അതുകൊണ്ട് അവള് മൊത്തത്തിൽ പെട്ടുപോയിട്ട് അവിടെ നോമ്പരാണ് അടുത്ത സെക്കൻഡ് സാക്ഷിയുടെ ചേട്ടൻ ഇവൻ അടിച്ച് പൊട്ടിച്ചിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനിയത്തി നീ സ്നേഹിക്കോടാന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്കുറയും. അപ്പോഴാണ് ഡുവാനും ഞാൻ സീരിയസ് ആയിട്ട് അളി അവളെ പ്രേമിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം അവളുടെ ചേട്ടനാണ് ഇതൊന്നും കേൾക്കാതെ അളിയനോ ഇനി മേലെ നീ എന്നെ അങ്ങനെ വിളിച്ചു പോവല്ലേ, കൊച്ചിലെ തൊട്ട് അനിയത്തി ചേട്ടന്ന് വിളിച്ചു നടന്നിട്ട് ഇപ്പൊ നീ അവളുടെ പുറകെ നടന്ന് സെറ്റാക്കാൻ നോക്കുന്ന നിനക്കൊക്കെ നാണില്ലാടാ ഏതിന് അവളുടെ ചേട്ടനും കുറെ വഴക്കുറയുമ്പം അവന് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും സത്യമായിട്ടും ഇവരുടെ ഇപ്പൊ കപ്പിൾസ് ആയി നിറയും. അതുകൊണ്ട് സാങ്ഷിയെക്കാളും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെങ്കൊച്ചിന് ഇവൻ കണ്ടിട്ടില്ലെന്ന് പറയുമ്പം അവളുടെ ചേട്ടനും നിനക്കൊക്കെ നാണമാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സത്യത്തിൽ ഇവൻ സീരിയസ് ആയിട്ടാണ് പ്രണയിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ ഞാൻ ഏത് കാലത്താടാ പെമ്പിള്ളാരെ ചുമ്മാ വളച്ചെടുക്കാനൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഡുവാൻ അവന്റെ കാരിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുമ്പം അവസാനം ഇവന് സമാനമായിട്ട് അവന്റെ കൂടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഡുവാൻ ഇവന് സോഫയിൽ ചെന്ന് കിടക്കാൻ പറയുമ്പം എനിക്ക് ബെഡൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സംജ്ഞാനം ചോദിക്കും. അപ്പോഴാണ് ഡുവാനും ബെഡ് ഒരുമിച്ച് നടത്താൻ ഞാൻ ഇന്ന് ഗേ അല്ല അളിയാന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് കയറി പോകും. അതിനുശേഷം അടുത്ത ദിവസം സാങ്ഷ്യ വന്ന് ഡുവാനെ കാണുമ്പോഴാണ് ഇവന്റെ ഫേസ് ചുമന്നിരിക്കുന്നിട്ട് ഇതെങ്ങനെയാ പറ്റിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചുമ്മാ ഒന്ന് വീണതാന്ന് കള്ളം പറയുമ്പം അവളിന്റെ ചേട്ടനായിരിക്കും അടിച്ചെന്ന് പറഞ്ഞ് അവളും ദേഷ്യത്തിൽ അവൻ അടിക്കാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവനാണ് നിനക്ക് സ്വന്തം ചേട്ടനെക്കാളും വലുത് ഇപ്പൊ അവനായെന്ന് പറഞ്ഞ് ഇവനും കുറെ വഴക്കുറയുമ്പം അതേസമയം ഡുവാൻ അവിടെ ഇരുന്ന് ഞാൻ അവന് തിരിച്ചടി കൊടുത്തായിരുന്നു പറയും. ഇത് കേട്ട് സാങ്ഷ്യം എന്റെ ചേട്ടൻ നീ എന്തിനാണ് അടിച്ചെന്ന് പറഞ്ഞ് അടുത്ത് അവനെ വഴക്കുറയാൻ തുടങ്ങും. അതിനുശേഷം ഇവളുടെ ചേട്ടനും അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് സാക്ഷി വിഷമിച്ചോണ്ട് ഇപ്പൊ വന്നല്ലേ ഉള്ളു, കുറച്ച് ദിവസം കൂടി ഇവളുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും അതൊക്കെ പിന്നെ എന്നേലെ കാട്ടേന്ന് പറഞ്ഞ് ഇവളെ സൂക്ഷിച്ചിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൻ അത്രയ്ക്കും സീരിയസ് ആണെങ്കിലും രണ്ടുപേരും കൂടെ വേറെ ഒന്ന് കാണിച്ചു വിട്ടല്ലെന്ന് പറഞ്ഞ് ഇവനും കുറെ അഡ്വൈസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതിനുശേഷം പോകുന്ന മുമ്പ് അവൻ അനിയത്തെ സുരക്ഷയായിട്ട് നോക്കിക്കുമെന്ന് ഡുവാനോട് പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് സാക്ഷി വിഷമിച്ച കരയെന്നിട്ട് ഇവന് ചേട്ടൻ പോയതുകൊണ്ട് വിഷമിച്ചിരിക്കണം ചോദിക്കും. അപ്പോഴാണ് അവളും സാധാരണ ഞാൻ കരയത്തൊന്നുമില്ല, പക്ഷെ വന്നിട്ട് ഓരോ ദിവസം കൊണ്ട് പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്, ഇത് കാരണം ഇവളെ കളിയാക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നടന്നു. അങ്ങനെ അതിനുശേഷം സാക്ഷ്യം ഹോസ്റ്റലിൽ കടന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴാണ് ഇവളുടെ റൂമിൽ AC ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് അവളും കൂടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തോണ്ട് ഡുവാന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം അവൻ നിന്റെ വീടായിട്ട് കണക്കൂട്ടിക്കാന്ന് പറഞ്ഞ് അവളെ ചെന്ന് കടന്നുറങ്ങാൻ വേണ്ടി പറയും. അതിനുശേഷം അവളും കുളിച്ചിട്ടൊക്കെ പുറത്തേക്ക് വരുമ്പം ഡുവാനും ഇവന്റെ ഡ്രസ്സ് ടൈറ്റ് ആയതുകൊണ്ട് അത് ഓരോന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇതൊക്കെ ഞാൻ ഇതിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ പോകാൻ നോക്കുമ്പം ഇവൻ പെട്ടെന്ന് അവൾ അടുപ്പിച്ചിട്ട് അവളെയും കിസ് ചെയ്യും. അതിനുശേഷം അവളും പെട്ടെന്ന് റൂമിലേക്ക് ഓടിച്ചെന്ന് ആ ഡോർ ലോക്ക് ചെയ്യുമ്പോഴാണ് ഇവൻ അത്രയും പെട്ടെന്ന് കിടക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവളെ പുറത്തിരുന്ന് വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും പോയി കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് അവന് ഗുഡ് നൈറ്റ് പറഞ്ഞയക്കും. എന്നിട്ട് അടുത്ത ദിവസം ഇവൾ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഡുവാൻ ഇവൾ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കും. അങ്ങനെ അതെടുത്ത് അവൾ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവനും പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് ഉച്ച സമയത്താണെന്ന് എഴുന്നേക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവൾ അറിയാൻ വരുന്ന ഇവ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയത് ഇന്ന് ഇവന്റെ അമ്മ മരിച്ച ദിവസമായതുകൊണ്ട്, അതുകൊണ്ട് അവളും ഇതെന്തിനാ എന്നോട് പറയാത്തെന്ന് പറഞ്ഞ് അവളും കൂടെ വരത്തില്ലെന്ന് ചോദിക്കുമ്പം അവൻ അവിടെ പോയ മൊത്തത്തിൽ സങ്കടമായിരിക്കും എന്നറിഞ്ഞ് അതുകൊണ്ട് അവൾ വിളിക്കാത്തെന്ന് പറയും. അപ്പോഴാണ് സാക്ഷിയും ഇവന്റെ സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും പങ്കെടുക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോടും കൂടെ പറയാന്നറിഞ്ഞ് അവൻ അവളെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം സാക്ഷിയും അവളുടെ ഇന്റേൺഷിപ്പ് കഴിയാൻ പോകാന്നറിഞ്ഞ് ഇവളെ നാളെ വീട്ടിലേ പോകുന്ന കാര്യം ഡുവാന് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും എനിക്കിപ്പം അവനൊരു ജോലി കാര്യമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്, രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാന്നറിഞ്ഞ് ഇവളുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം സാക്ഷി അടുത്തുള്ളവർക്കൊക്കെ ബായ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവളുടെ ചീഫാണ് ഇപ്പൊ വിളിച്ചു വരുത്തിയിട്ട് ഇവളോട് ക്രൂരതയായിട്ട് ബിഹേവ് ചെയ്തതിനൊക്കെ ഇപ്പൊ സോറി പറയും. കാരണം അവൾക്ക് മനസ്സിലായി സാക്ഷിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഇവളൊരു നല്ല പെങ്കൊച്ചാണെന്ന്. അതുകൊണ്ട് ഇവളുടെ കൂട്ടുകാരി ജിയാങ്ങായിട്ട് എന്താ പ്രശ്നം എന്നറിഞ്ഞ് അവളും ചോദിച്ചു മനസ്സിലാക്കുമ്പം സാക്ഷിയും പറയും
സതിഥി ആ ജിയാങ്ങായിട്ട് ഇവൾക്കൊരു പ്രശ്നമില്ല, ഇവളുടെ ബോയ് ഫ്രണ്ട് ഡുവാനുമായിട്ട് അവൾ കുറെ ശല്യം ചെയ്യുന്നതിന്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിഞ്ഞ് ഇവൾ ചീഫിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഇവളെ സന്തോഷത്തിൽ വീട്ടുകാരെ കാണാൻ പോകുമ്പോഴാണ് അതേസമയം ഇവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഡുവാന്റെ കല്യാണം കഴിഞ്ഞ കൂട്ടുകാരനും വരും. അതുകൊണ്ട് അവനും അവസാനം സെറ്റാക്കാൻ നോക്കിയത് ഇവളെയാണോടെന്നറിഞ്ഞ് അവ രണ്ടിനും കളിയാക്കിക്കൊണ്ട് ഇവരെ ചെന്ന് വീട്ടിലാക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.